കൂടുതലും ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് പെയിൻ ഉണ്ടാക്കാം. മേജറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമുക്കൊരു ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവുകയോ നല്ല രീതിയിൽ വേദന വരികയോ കൂടുതലും നിൽക്കാനൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. ഗുഡ് മോർണിംഗ്, ഞാൻ ഡോക്ടർ സായി കൃഷ്ണ. നമ്മളിന്ന് സ്കോളിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ അധികം കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ നമുക്ക് നമ്മുടെ സ്പൈൻ അല്ലെങ്കിൽ വെർട്ടിബ്രയുടെ ഒരു ഷേപ്പ് ഒരു എസ് പോലെ നമ്മൾ വളഞ്ഞു വരുന്നതായിട്ട് നമുക്കത് കാണാൻ കഴിയും. കൂടുതലും ഒരു മിഡ് ഒരു 20s അല്ലെങ്കിൽ അതിനും കുറച്ച് മുമ്പായിട്ടായിരിക്കും നമ്മൾ ഈ കണ്ടീഷൻ നമ്മൾ പൊതുവെ നോട്ടീസ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഷോൾഡേഴ്സിനുണ്ടാവുന്ന ഒരു ഡിഫറൻസ്, അതായത് ചിലപ്പോൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഷോൾഡേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഹിപ്പായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി കുറച്ച് ഡ്രൂപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുന്നത് നമുക്ക് വിസിബിളി കാണാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വളവ് പോലെ നമുക്ക് ബാക്കിനെ നമുക്കത് മനസ്സിലാക്കാം. ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീസണാണ്. അത് കൂടാതെ നമുക്ക് ചിലപ്പം ചില കണ്ടീഷനിൽ നമുക്ക് ഒരു ബൈ ബർത്തിൽ ഉണ്ടാകും. അതിന് കൺജനൈറ്റൽ സ്കോളിയോസിസ് എന്ന് പറയും. അപ്പം അതിൽ നമ്മൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ബർത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു സ്പൈനൊരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു സ്പൈനിന് എന്തെങ്കിലും ഒരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ മൂലം നമുക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഇഡിയോപ്പതിക്കായിട്ടുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഒരു ന്യൂറോ മസ്കുലർ ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് ചില സെറിബ്രൽ പാൾസി പോലുള്ള കണ്ടീഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ മസിൽസിനെയും നെർവ്സിനെയും ഒരേപോലെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുണ്ടാകുന്ന മറ്റ് കണ്ടീഷനിൽ കൂടി നമുക്ക് വേണമെങ്കിൽ സ്കോളിയോസിസ് കാണാം. ശരിക്കും ഞങ്ങൾ ചെയ്യുന്നത് ഒരു 11 to 14 days ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ കിഴികൾ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഷായങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ കിഴികൾ ചെയ്ത് ബോഡിയെ ലൂസാക്കിക്കൊണ്ട് ഡെഫിനറ്റ്ലി നമുക്കിതിനൊരു കറക്ഷൻ ആവശ്യമാണ് പറയും. അതായത് നമ്മുടെ അലൈൻമെൻറ്റ്, ആ ഹിപ്പിൻ്റെ അലൈൻമെൻറ്റും അതുപോലെ ഷോൾഡറിൻ്റെ അലൈൻമെൻറ്റും കറക്റ്റ് ചെയ്ത വഴി നമ്മുടെ സ്പൈനിനെ മാക്സിമം നമ്മൾ സ്ട്രെയിറ്റ് ആക്കി നമുക്ക് കൊണ്ടുവരാൻ കഴിയാറുണ്ട്. ഞവര, ബസ്തി, പിഴിച്ചിൽ മുതലായ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് തിരിച്ച് നമ്മൾ ആ കറക്റ്റ് ചെയ്ത സ്പൈനിനെ ബലപ്പെടുത്തിയെടുത്ത് പിന്നീട് ഒരു 1-2 മാസം കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻ എടുത്ത് മാക്സിമം മസിൽസിനെയും നെർവ്സിനെയും ബലപ്പെടുത്തിയെടുക്കുക. അങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസം വരാറുണ്ട്. ചില കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ ഒരു 3 years കോൺസിക്യൂട്ടീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് സ്കോളിയോസിസിൽ ഉണ്ടാകുന്നുണ്ട്.